ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്ലി PSC. ഞാൻ ആര്യ. അപ്പൊ നമ്മളിപ്പോ ഒരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. SCERT പുതിയ ടെക്സ്റ്റ് മലയാളത്തിലെ 3ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വൊക്കാബുലറി ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. അതായത് SCERT 10ാം ക്ലാസ്സിലെ പുതിയ മലയാളം ടെക്സ്റ്റ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതുപോലെ ആദ്യം തന്നെ എന്തായിരിക്കും പഠിക്കുന്നത്? ഇതുവരെ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ SCERT പുതിയ ടെക്സ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള PSC ചോദ്യങ്ങളാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അത് പഠിക്കാം. അതുപോലെ നമ്മളുടെ ബുക്ക് പഠിച്ചാൽ എത്ര മാർക്ക് കിട്ടും എന്ന് ഇഷ്ടം പോലെ കമൻറ്റ് ചെയ്യാറുണ്ട്, വാട്സപ്പ് മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഇത് ലേറ്റസ്റ്റ് ബുക്കാണ്, ഈ മഞ്ഞ ബുക്കിന്റെ ലേറ്റസ്റ്റ് എഡിഷൻ. അതായത് 2025 ഓഗസ്റ്റ് 30 വരെ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ബാക്കി കണ്ടന്റും SCERT ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ബുക്കാണിത്. അപ്പോൾ ഇത് ഇറക്കി കഴിഞ്ഞിട്ട് ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു പരീക്ഷ നടന്നിരുന്നു PSCയുടെ. ഏതാണ്? ഫീൽഡ് അസിസ്റ്റന്റ്. അപ്പോൾ ഫീൽഡ് അസിസ്റ്റന്റിന് 10 മാർക്കാണ് മലയാളം. അതിൽ 9 മാർക്ക് നമ്മളുടെ ബുക്കിൽ നിന്നാണ്. അപ്പൊ ഇതിന്റെ പ്രൂഫ് അത് സത്യമാണോ എന്ന് ഞങ്ങൾ എങ്ങനെ അറിയാം? അങ്ങനെ ചിലർക്കൊക്കെ തോന്നും, എല്ലാവർക്കും തോന്നില്ല, നമ്മൾ അറിയാവുന്നവർക്ക് തോന്നത്തില്ല, പുതിയ പിള്ളേർക്ക്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ സൊല്യൂഷൻ ഞാൻ ഉടനെ ഇടും കേട്ടോ. അപ്പൊ അതിൽ നമ്മുടെ പദശുദ്ധി നമ്മുടെ ബുക്കാണ്, വാക്യശുദ്ധി നമ്മുടെ ബുക്കാണ്, ശൈലി നമ്മുടെ ബുക്കാണ്, പമ്പ കടക്കുക, അതുപോലെ ധനത്തിന്റെ വിപരീതം. ആദ്യം എന്താ, അതൊക്കെ SCERT എക്സ്ട്രാ പദശുദ്ധിയിൽ ഞാൻ നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ ലിംഗത്തിൽ നിന്നുള്ള ചോദ്യം, പുല്ലിംഗത്തിൽ നിന്നുള്ള ചോദ്യം, വചനത്തിൽ നിന്നുള്ള ചോദ്യം, പിന്നെ ശ്രവ്യം ശ്രാവ്യം, ഇത് രണ്ടും അർത്ഥവ്യത്യാസം നമ്മളുടെ ബുക്കിലുള്ളതാണ്. പിന്നെ ബുക്കിലില്ലാത്ത ഒരു ചോദ്യം, അതായത് 10 മാർക്കിൽ ഇല്ലാത്ത ചോദ്യം ഏതാണെന്നറിയാവോ? അത് മിക്കവാറും ക്യാൻസൽ ചെയ്ത് പോകേണ്ടതാണ്, കാരണം അതിൽ 4 ഓപ്ഷൻ വെച്ചിട്ട് ഉത്തരം തെറ്റാണ്. അതായത് ആമിഷാശി, അതായത് മാംസഭുക്ക്, മാംസം കഴിക്കുന്നവൻ, മാംസഭുക്ക് എന്ന അർത്ഥത്തിൽ വരുന്ന പദം ഏതാണ് എന്നാണ് ചോദ്യം. PSC ഉത്തരം കൊടുത്തേക്കുന്നത് ആമിഷാശിയാണ്. ബാക്കി ഓപ്ഷനിൽ ഒരു പദത്തിനും കൂടെ മാംസഭുക്ക് എന്ന അർത്ഥം വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ചലഞ്ചിന് പോയെന്ന് അറിയില്ല, അപ്പൊ മിക്കവാറും ക്യാൻസൽ ചെയ്യുമെന്ന് അറിയത്തില്ല, ഫൈനൽ വന്നിട്ടില്ല. അപ്പോൾ ആമിഷാശി മാംസഭുക്കാണെന്നാണ് PSCയുടെ ഉത്തരം. പക്ഷേ നമ്മുടെ ബുക്കിൽ ആമിഷാശി ഇല്ലെങ്കിലും ആമിഷം മാംസമാണെന്ന് നമ്മുടെ ബുക്കിൽ ഉണ്ടായിരുന്നു. അങ്ങനെ കണക്ട് ചെയ്ത് ആലോചിക്കുന്നവർക്ക് 10 മേടിക്കായിരുന്നു. അപ്പൊ നിങ്ങളുടെ സംശയം മാറിയല്ലോ, ബുക്ക് പഠിച്ചാൽ എത്ര മാർക്ക് കിട്ടും എന്നൊക്കെ. ലേറ്റസ്റ്റ് വന്ന 3 പരീക്ഷയായിരുന്നു നമ്മുടെ ബുക്ക് ഇറക്കി കഴിഞ്ഞിട്ട് PSC നടത്തിയ 3 പരീക്ഷ. അതിൽ നല്ല മാർക്ക്, ഇതിൽ ഏകദേശം ഫുൾ അല്ലേ, 9 മാർക്ക്, പിന്നെ 7 മാർക്ക്, പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ കുറച്ചുകൂടെ എണ്ണാനുണ്ട്, അത് അടുത്ത ദിവസം പറയാം. അത്യാവശ്യം വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ഫുള്ള് തന്നെ വന്നിട്ടുണ്ട് അതിൽ. അപ്പൊ അത് നോക്കിയിട്ട് പ്രൂഫ് ഇട്ടിട്ട് പറയാം. അപ്പോൾ ഫീൽഡ് അസിസ്റ്റന്റ് 10ൽ 9 മാർക്കും നമ്മുടെ ബുക്ക് പഠിച്ചവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ബുക്ക് ഇപ്പോൾ കോംബോ ഓഫർ ഉണ്ട്, വാങ്ങാത്തവർ വാങ്ങാം. സിമ്പിൾ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ SCERT 10ാം ക്ലാസ് എല്ലാം മുൻകാല ചോദ്യം. അഖിലം, അഖിലത്തിന്റെ അർത്ഥം എന്താണ്? അഖിലം എല്ലാം, നിഖിലം എല്ലാം. അഖിലവും നിഖിലവും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അടുത്തത് അശ്രു. അശ്രു എന്താണ്? കണ്ണീരാണ്. അശ്രു കണ്ണീര്. അസ്തിത്വം പദശുദ്ധിയിൽ ചോദിക്കുന്നതാ. അസ്തിത്വം എന്ന് വെച്ചാൽ എന്താണ്? ഉണ്ടെന്ന അവസ്ഥ, നിലനിൽപ്പ് എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അപ്പൊ തറയിലാണ് നിലനിൽക്കുന്നത്, തറയുടെ തായാണ് എന്നൊക്കെ ഒരു രീതിയിൽ നമുക്ക് ഓർത്തു വയ്ക്കാന്നാണല്ലോ പറയുന്നത്, ക്ലാസ്സിൽ പറയുന്നത്. അപ്പൊ അസ്തിത്വം തറയുടെ തായാണ് കേട്ടോ. പിന്നെ ഉദ്ഘോഷിക്കുക. ഉദ്ഘോഷിക്കുക എന്ന് വെച്ചാൽ എന്താ? ഉറക്കെ പറയുക. അപ്പൊ നവോത്ഥാന നായകരൊക്കെ അവരുടെ ആശയങ്ങൾ ഉദ്ഘോഷിച്ചു. അവരാ ഉദ്ഘോഷിച്ച പല കാര്യങ്ങളും നമ്മളുടെ തലയിൽ നല്ല നല്ല ചിന്തകൾ ഉദിക്കാൻ കാരണമായിട്ടുള്ളതാണ്. അപ്പൊ ഉദയത്തിന്റെ ദായാണ് ഉദ്ഘോഷത്തിനെന്ന് ഓർക്കാം, കോഡ് പറഞ്ഞ കേട്ടോ. അപ്പൊ ഉദയത്തിന്റെ ദായാണ് ഉദ്ഘോഷത്തിന്. ഉദ്ഘോഷം ഉറക്കെ പറയുക, ഉച്ചത്തിലുള്ള പറച്ചിൽ. അടുത്തത് ഉർവര. PSC അങ്ങനെ ചോദിച്ചേ, വിപരീത പദം ഏതാണെന്നാ ചോദിച്ചേ. അതായത് ഊഷരത്തിന്റെ വിപരീതം എന്താണ്? ഊർവരമാണ്. ഊഷരം, ഊർവരം. അപ്പൊ ഊർവരം എന്ന് വെച്ചാൽ എന്താ? വിളഭൂമി, നല്ല ഉണർന്നു നിൽക്കുന്ന എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചാൽ, അതുപോലെ ഉണർന്നു നിൽക്കുന്ന. ഉർവര എന്ന് വെച്ചാൽ വിളഭൂമി, ഫലഭൂയിഷ്ടമായ സ്ഥലം, ഫലഭൂയിഷ്ടമായത് എന്നൊക്കെ അർത്ഥം. ഉർവരം, ഊഷരം വിപരീതമാണ് കേട്ടോ. ഊഷരം വിപരീതം നമ്മുടെ ബുക്കിൽ അതൊക്കെ ഉണ്ട്, കൊടുത്തിട്ടുണ്ട്. പിന്നെ ദുഗ്ധം. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ. PSC ചോദിച്ചിട്ടുള്ള ഒരു വരിയാണ്. അപ്പൊ ദുഗ്ധം എന്ന് വെച്ചാൽ എന്താ? പാലാണ്.
ആണ്. ദുഗ്ധം കറക്കുന്നവൾ എന്നൊരർത്ഥത്തിലാണ് ഒരു പദം ഉണ്ടായിട്ടുള്ളതെന്ന് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പഠിച്ചു. എന്താണ്? ഏത് പദമാണ്? ദുഹിതാവ്. അതായത് ആര്യന്മാരുടെ ആചാരത്തില് ഈ ഗോസംരക്ഷണം, പാല് കറക്കല്, പശുവിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അവരുടെ പെൺമക്കളാണ്. അപ്പോ ദുഗ്ധം കറക്കുന്നവൾ എന്നൊരർത്ഥത്തില് ദുഹിതാവ് എന്തായി? മകൾ. അപ്പൊ മകളുടെ ഒരു പദമാണ്, പര്യായമാണ് എന്ത്? ദുഹിതാവ്. അപ്പൊ ദുഹിതാവിന്റെ മകൻ ആകുമ്പോ ദൗഹിത്രൻ, ദുഹിതാവിന്റെ മകളാകുമ്പോഴോ ദൗഹിത്രി. നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ ധാത്രി എന്താണ്? ധാത്രി വളർത്തമ്മയാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ. ധാത്രി വളർത്തമ്മയാണ്. ഇനി പരിണാമം ചോദിച്ചിട്ടുണ്ട്. എന്താണ്? മാറ്റമാണ്. പരിണാമം മാറ്റം. പരിമാണം അളവാണ്. പരിമാണം അളവ്. പ്രയാണം, ഡോറയുടെ പ്രയാണം എന്താണ്? പ്രയാണം യാത്രയാണ്. പിന്നെ ഭോജനം ആഹാരം, ഭക്ഷണം. കഴിഞ്ഞ ദിവസം വേറൊരു വാക്ക് പഠിച്ചല്ലോ, അതുപോലെ ഇരിക്കുന്ന ഒരു വാക്ക് എന്തായിരുന്നു? ഭാജനം, സ്നേഹഭാജനം. ഭാജനം ഇരിപ്പിടം എന്നർത്ഥം കേട്ടോ. പാത്രം, ഇരിപ്പിടം, സ്നേഹഭാജനം എന്നൊക്കെ പറയില്ലേ. അപ്പോ ഭാജനം പാത്രം, ഇരിപ്പിടം. ഭോജനം ഭക്ഷണം. സപത്നി. PSC ലേറ്റസ്റ്റ്, PSC ഇടയ്ക്കിടയ്ക്ക് ഈ ആമിഷമൊക്കെ ചോദിച്ച പോലെ ഇടയ്ക്ക് ഓരോ പദങ്ങൾ ഇറക്കുവേ 2 വർഷമൊക്കെ കൂടുമ്പോൾ. അതുപോലെ ഇറക്കിയ പദമാണ് സപത്നി. SCERT എന്നാണ് ഇറക്കിയതേ. സപത്നി എന്ന് വെച്ചാൽ കൂട്ടുഭാര്യ. ഇപ്പൊ ചിലർക്ക് 2 ഭാര്യ ഉണ്ടാവത്തില്ലേ, അപ്പൊ 2 ഭാര്യമാര്. അപ്പൊ ഒരാടെ തന്നെ 2 ഭാര്യ, അങ്ങനെയുള്ളതിന് പറയുന്നതാണ് എന്ത്? സപത്നി എന്ന്. അതായത് ഭർത്താവിന്റെ മറ്റൊരു ഭാര്യ അഥവാ കൂട്ടുഭാര്യയ്ക്കാണ് സപത്നി എന്ന് പറയുന്നത്. വാക്ക് എഴുതി വെച്ചോളാം, ചോദിച്ചിട്ടുള്ളതാണ് സപത്നി. ഇനി സ്ഥിരമായിട്ട് ചോദിക്കുന്നത് മധു, മട്ട് എല്ലാം എന്താണ്? തേനാണ്. പിന്നെ വാഹിനി നദിയാണ്. അപ്പൊ ഞാൻ ഓർത്തു വെക്കാനായിട്ട് ഇങ്ങനെ വഹിച്ചോണ്ട് പോകുന്ന അല്ലെ, സാധനങ്ങളെയൊക്കെ വഹിച്ചോണ്ട് പോകുന്ന ആളാണ് ആര്? നദി. അപ്പൊ വാഹിനി നദിയാണെന്ന് ഓർക്കാം. പിന്നെ വക്ത്രം, കുംഭീന്ദ്രൻ പോലെ വക്ത്രം കുടവയറുമിയെന്നോരു ചാരുസ്വരൂപം. ആരാ? കുംഭീന്ദ്രൻ പോലെ, ആനയെ പോലെ വക്ത്രം മുഖമുള്ളവൻ ആരാ? ഗണപതിയാണ്. അപ്പോ വക്ത്രം മുഖമാണ്, ആനനം മുഖമാണ്, സൂനം എന്താണ്? സൂനം, പ്രസൂനം പൂവാണ്. അപ്പൊ ഇത്ര മുൻകാല ചോദ്യങ്ങൾ എല്ലാവരും പഠിച്ചു വെച്ചല്ലോ. അപ്പൊ നമ്മള് അടുത്തതിലേക്ക് പോവാം. അടുത്ത നോക്കാം. അതുപോലെ മന്നവനും PSC ചോദിച്ചിട്ടുള്ളതാണ്, ഞാൻ എഴുതിയില്ലായിരുന്നു. മന്നവൻ ആരാണ്? മന്നൻ, മന്നവൻ എല്ലാം രാജാവാണ്. ഭൂപതി രാജാവാണ്. പിന്നെ നമ്മള് സപത്നി എന്നൊരു വാക്ക് നേരത്തെ പഠിച്ചായിരുന്നല്ലോ. അപ്പോ സാപത്ന്യം എന്താണെന്ന് അറിയാവോ? സപത്നി ഭാവം. അപ്പൊ സപത്നി ഭാവത്തിനെയാണ് എന്ത് പറയാ? സാപത്ന്യം എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് ഗേഹം. ഗേഹം എന്ന് വെച്ചാല് വീട്, ഭവനം, ഗൃഹം എന്നൊക്കെ അർത്ഥം. സഞ്ചിതം, സഞ്ചിത കർമ്മം. സഞ്ചിതം എന്ന് വെച്ചാൽ സംഭരിച്ചത്. സഞ്ചിതം സംഭരിച്ചത് എന്നർത്ഥം. സരോരുഹം, സരസ്, സരസില് ഉണ്ടാവുന്നതാണ്. ആരാണ്? താമരയാണ്. സരോരുഹം താമര. സരോരുഹം താമര. പ്രാഭവം. പ്രാഭവം എന്ന് വെച്ചാൽ ശക്തി, കഴിവ് എന്നൊക്കെ അർത്ഥം. പ്രാഭവം. പിന്നെ പാടവഹീന, പടു PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പടു എന്ന് വെച്ചാൽ സമർത്ഥൻ എന്നാണ് അർത്ഥം. വാക്പടു, വാക് സാമർഥ്യമുള്ളവൻ, പടു. അപ്പൊ പാടവം എന്താ? കഴിവാണ്. അപ്പൊ പാടവഹീന, ഹീന എന്ന് വെച്ചാൽ ഇല്ലാത്തത്. അപ്പൊ പാടവം ഹീനമായിട്ടുള്ളത്, ഇല്ലാത്തവളാരാണ്? പാടവഹീന, സാമർഥ്യം ഇല്ലാത്തവളാണ്. പിന്നെ ഫാലം, ഫാലം നെറ്റിയാണ്. ഫാലം നെറ്റിയാണ്. ശീകരം, ശീകരം എന്താണ്? ജലഗണമാണ്. ശീകരം ജലകണമാണ്. എല്ലാവരെയും സംബന്ധിച്ചത്, ഈ വാക്ക് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരെയും സംബന്ധിച്ചത് സാർവജനീനമാണ്. എല്ലാവരെയും സംബന്ധിച്ചത് സാർവജനീനം. അടുത്തത് കാലയാപനം. കാലയാപനം എന്ന് വെച്ചാൽ ഉപജീവനം എന്നാണ് അർത്ഥം കേട്ടോ. കാലയാപനം ഉപജീവനം. അതുപോലെ മൃഷ്ടാന്നം എന്ന് വെച്ചാൽ എന്താ? അതായത് വയറ് നിറയെ ഉള്ള ഭക്ഷണത്തിനാണ് മൃഷ്ടാന്നം, അന്നം, മൃഷ്ടാന്നം എന്ന് പറയുന്നത്. ബഹിഷ്കൃതർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ?
ബഹിഷ്കരിക്കപ്പെട്ടവർ, പുറത്താക്കപ്പെട്ടവരാണ്. അരിനിവഹം എഴുതാം. അരിനിവഹം, ശത്രു, അരിനിവഹം എന്ന് വെച്ചാൽ ശത്രുക്കൂട്ടം, ശത്രു സമൂഹം എന്ന് അർത്ഥം. പിന്നെ തഥാഗതൻ എന്താണ്? ബുദ്ധമുനി. അതൊന്ന് എഴുതിയേക്കാം കേട്ടോ. തഥാഗതൻ ബുദ്ധമുനി. പിന്നെ താൻ മോശക്കാരനാണെന്ന ബോധം എന്താണ്? അപകർഷബോധമാണ്. തെറ്റായിട്ടാണ് അപകർഷതാബോധം എന്ന് പറയുന്നത്. അപകർഷതാബോധം തെറ്റാണ്. അപ്പോ താൻ മോശക്കാരനാണെന്നുള്ള ചിന്ത, ഞാൻ അത്ര പോരാ, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന് മലയാളത്തിൽ പറയുന്ന പേരെന്താ? അപകർഷബോധമാണ് കേട്ടോ. അപകർഷബോധം. ദൈത ആരാണ്? ദൈത ആരാണ്? ഭാര്യയാണ്. അപ്പൊ ഞാൻ ഓർത്ത് വയ്ക്കാനുള്ള കോഡ് എന്താ? ദയയുള്ള ഭാര്യ അല്ലെ? ദൈത ഭാര്യയാണ്. പിന്നെ കളത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്, മുൻകാല ചോദ്യമാ. കളത്രം, അതിന്റെ നമ്മുടെ കോഡ് എന്തായിരുന്നു? കള്ളത്തരമില്ലാത്ത ഭാര്യ അല്ലെ? കള്ളത്തരമില്ലാത്ത ഭാര്യ എന്നാണ് നമ്മുടെ കോഡ്. കള്ളത്തരമില്ലാത്ത ഭാര്യ, കളത്രം ഓർത്ത് വെക്കാൻ കോഡാണ്. പിന്നെ ദയുള്ള ഭാര്യയാണ് ദൈത എന്നുള്ളത് കോഡ് വെച്ച് ഓർത്ത് വയ്ക്കാം. നിഭൃതം, ആ വാക്ക്, ഇതൊക്കെ പുതിയ വാക്കുകളാണ്. നിഭൃതം നിശബ്ദമായി, രഹസ്യമായി എന്നൊക്കെ അർത്ഥം. നിഭൃതം രഹസ്യമായി, നിശബ്ദമായി. പിന്നെ പരിദേവനമൊക്കെ നമ്മൾ പഴയ SCRT 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള. പരിദേവനം കരച്ചിലാണ്. പിന്നെ പരിവൃഢൻ ശ്രേഷ്ഠനാണ്. പുരുഷാന്തരം 100 വർഷമാണ്. പ്രത്യുൽപ്പന്നമതി, അതും പഴയ SCRT നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ. വേണ്ടത് വേണ്ടപ്പോൾ ചെയ്യാൻ ബുദ്ധിയുള്ളവൻ, അതായത് കോമൺ സെൻസ് ഉള്ളവന് എന്ത് പറയും? പ്രത്യുൽപ്പന്ന മതിത്വം ആണ് കോമൺ സെൻസിന്റെ മലയാളം. പ്രത്യുൽപ്പന്ന മതിത്വം. മതി ബുദ്ധിയാണെന്നറിയാലോ. അപ്പൊ എങ്ങനെ ഏത് രീതിയിൽ പെരുമാറണം എന്നുള്ള ഒരു കോമൺ സെൻസ് ആണ് പ്രത്യുൽപ്പന്ന മതിത്വം. ബോധിസത്വൻ എന്ന് പറഞ്ഞാല് ബുദ്ധനാണ്. ഒരൊറ്റപ്പദം, അടിപൊളി ഒരു ഒറ്റപ്പദം ഉണ്ട് 10ാം ക്ലാസ്സിൽ. ഞാനിവിടെ എഴുതാം. ഭരദ്വജ നന്ദനൻ, ഭരദ്വജന്റെ പുത്രൻ ആരാണ്? ദ്രോണരാണ്. അപ്പൊ ദ്രോണർ, ഭരദ്വജ നന്ദനൻ, ഭരദ്വജന്റെ പുത്രനാണ് ആര്? ദ്രോണർ. ഭുജിക്കുക, ഭക്ഷിക്കുക, ഭൂപതി രാജാവ്, സഹസ്രം 1000, അതൊക്കെ അറിയാലോ, പഴയ നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുള്ളതല്ലേ SCRT പദങ്ങള്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വിട്ടുകളയാതെ പഠിച്ചു വെക്കുക. അപ്പോൾ എൻ്റെ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അഭിപ്രായം അറിയിക്കുക. അപ്പൊ നമ്മൾ 3ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT പുതിയ ടെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം അറിയിക്കണം. അതുപോലെ ഇതുപോലെ തന്നെ പഴയത് സാഹിത്യ വൊക്കാബുലറി വേർതിരിച്ച് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്ലി PSC പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അതും കൂടെ കാണാം. അതിൽ നിന്നും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. രണ്ടിന്നും കൂടെ മിക്സ് ചെയ്താണ് PSC ക്വസ്റ്റ്യൻ ഇടുന്നത്. അപ്പോൾ അതും പഠിക്കുക. ഇതിൻ്റെ ഒക്കെ ലിങ്ക് നമ്മുടെ ഫ്രണ്ട്ലി PSC ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. പിന്നെ മലയാളം ഒത്തിരി ബുദ്ധിമുട്ടുന്നവർക്ക് വെറുതെ ഇരുന്ന് കോഡിലൂടെ കാര്യം മനസ്സിലാക്കി കോഡിലും കൂടെ തന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ ഫ്രണ്ട്ലി PSC ആപ്പിൽ. അപ്പം എൻ്റെ ക്ലാസ്സൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്ലി PSC ആപ്പിലെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. PDF-ഉം എല്ലാ കാര്യങ്ങളും അതിൽ കിട്ടും. അപ്പം നമുക്ക് അടുത്ത ദിവസം വേറെ ക്ലാസ്സുകളുമായിട്ട് കാണാം.